നമ്മൾ പോകുന്നത് വഖഫ് ബില്ലിനെ കുറിച്ചാണ്. ഇന്നലെ സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയിരുന്നു. അത് ഇന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് സമർപ്പിക്കും. ബില്ലിനും കരട് റിപ്പോർട്ടിനും സമിതി അംഗീകാരം നൽകിയിരുന്നു. 14 വ്യവസ്ഥകളിലെ ഭേദഗതിയോടെയാണ് അംഗീകാരം നൽകിയത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായിട്ട് ചേരുന്നത്. ബൽറാം, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് സംയുക്ത പാർലമെന്ററി സമിതി ബില്ല് സ്പീക്കർക്ക് കൊടുക്കുകയാണല്ലോ. അപ്പോൾ വിവാദ വ്യവസ്ഥകളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് അത് കൈമാറുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. ഈ JPC പ്രധാനമായും ഈ വഖഫുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗങ്ങൾ ഏറെ ചർച്ചയായിരുന്നു. ഒടുവിൽ ആ ബില്ലിനും ഒപ്പം തന്നെ JPCയുടെ റിപ്പോർട്ടിനും അംഗീകാരമായിരിക്കുകയാണ്. ഇന്നലെ ചേർന്ന JPC യോഗത്തിൽ 11-നെതിരെ 16 വോട്ടുകൾക്കാണ് ഈ കരട് ബില്ല് പാസ്സായത്, കരട് റിപ്പോർട്ട് പാസ്സായത്. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളെല്ലാം തന്നെ വോട്ടിനിടാനുള്ള തീരുമാനം ഈ JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ സ്വീകരിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഈ ബില്ലും റിപ്പോർട്ടും പാസ്സായത്. വിവാദ വ്യവസ്ഥകൾ ബഹുഭൂരിപക്ഷവും നിലനിർത്തിക്കൊണ്ടുള്ളതാണ് ഈ ബില്ല് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വഖഫ് ബോർഡുകളിൽ 2 അമുസ്ലിങ്ങൾ വേണം എന്ന വ്യവസ്ഥ ബില്ലിലുണ്ട്. എക്സ് ഒഫീഷ്യോ സെക്രട്ടറി അമുസ്ലിം ആയാലും അതുകൂടാതെ 2 അമുസ്ലിങ്ങൾ ഈ ഉണ്ടാകണം എന്നുള്ളതാണ് നിലവിലുള്ള വ്യവസ്ഥയിൽ നിലനിർത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രമാകണമെന്നില്ല, എല്ലാ സമുദായത്തിൽ നിന്നും ആകാം എന്നുള്ള വ്യവസ്ഥയും ബില്ലിൽ ഉണ്ട്. കൂടാതെ സംസ്ഥാനത്തെ വഖഫ് സ്വത്തുക്കൾ സർവേ നടത്തി നിർണ്ണയിക്കാനുള്ള സർവേ ചുമതല വഖഫ് കമ്മീഷണർമാരിൽ നിന്നും മാറ്റി ഓരോ ജില്ലയിലെയും ജില്ലാ കളക്ടർമാർക്ക് ആക്കിക്കൊണ്ടുള്ള വ്യവസ്ഥയും ഈ JPCയും ശരിവച്ചിരിക്കുകയാണ്. വഖഫ് സ്വത്ത് സംബന്ധിച്ച ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമല്ല എന്നും അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന വ്യവസ്ഥയും ഈ ബില്ലിലുണ്ട്. ഈ വ്യവസ്ഥകളെല്ലാം തന്നെ നേരത്തെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാവുകയും ഇതിൽ മാറ്റം വേണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു. കൂടാതെ സമിതിക്ക് മുന്നിലെത്തിയ ബഹുഭൂരിപക്ഷം പേരും 95% പേരും ഈ വ്യവസ്ഥകൾക്കെതിരെയാണ് നിലപാട് വ്യക്തമാക്കിയത് എന്നുള്ളതാണ് നേരത്തെ ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഇറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ഇതിനെ ശക്തമായി എതിർക്കാനുള്ള ആഹ്വാനം ആണ് പ്രതിപക്ഷാംഗങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം ഇറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾ ഒന്നാകെ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി രംഗത്തിറങ്ങണമെന്ന ആഹ്വാനമാണ് പ്രതിപക്ഷം നൽകുന്നത്. അതിനിടെയാണ് ഇന്ന് JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ റിപ്പോർട്ട് സ്പീക്കർ ഓം ബിർളയ്ക്ക് സമർപ്പിക്കുന്നത്. ക്രിസ്റ്റീന, സ്മിത. ശരി, എന്തായാലും ആ റിപ്പോർട്ട് സംയുക്ത പാർലമെന്ററി സമിതി സ്പീക്കർ ഓം ബിർളയ്ക്ക് കൈമാറുകയാണ്. എന്തായാലും ആർക്കും പ്രശ്നം വരാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ.